Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome to our English class. So, dear students, we will learn our chapter or our anecdote or a story of the best investment I ever made by A.J. Gronin. The whole paragraphs we were discussed and also discussed the question answers and the meaning portion and some of the small grammar part in that portions. All of you understood that? Yes. Okay. So today we were discussed the activity session of that story. So can we move? Okay, students. So in the activity 1, what is that question? Yes. How does the writer contrast the past and the present lives of Mr. John? Who is that Mr. John? Yes, the young man. അവൻ്റെ ആ ഒരു കഥയാണല്ലേ നമ്മൾ പഠിച്ചത്. ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴേക്കും ആ കുട്ടിക്കുണ്ടായ ഒരുപാട് അവസ്ഥകളും അല്ലെങ്കിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു നിമിഷവും എല്ലാമാണ് നമ്മൾ ആ ഒരു സ്റ്റോറി കൂടി കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ഹൗ ഡസ് ദ റൈറ്റർ കോൺട്രാസ്റ്റ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ലീവ്സ് ഓഫ് മിസ്റ്റർ ജോൺ? മിസ്റ്റർ ജോണിൻ്റെ പാസ്റ്റും പ്രസൻറ്റുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ്. Pick out appropriate sentences, expressions from the story and complete the following table. അതായത് നമുക്ക് കാണാം ആ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ജോൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, അയാളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്നത് എന്താണ്, അദ്ദേഹത്തിനൊരു പാസ്റ്റായിട്ടുള്ളൊരവസ്ഥ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ജോലിയിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു എന്നും എല്ലാ കുറേ കാര്യങ്ങളും നമ്മൾ പാസ്റ്റ് ഇവൻറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാസ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ യങ് മാൻ ഹാഡ് ഫോളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദി സ്ട്രീറ്റ്. പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം? ഒരു ലൂസ് സൊസൈറ്റിയുടെ ഒരു വിക്റ്റിമായിട്ട് നമ്മുടെ ജോൺ മാറിയിരുന്നൊരവസ്ഥ പാസ്റ്റിലുണ്ടായിരുന്നു. പ്രസൻറ്റിൽ എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയിഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിക്വൻറ്റ് യൂത്ത്. അവർ ന്യൂയോർക്കിലേക്കും മറ്റും യാത്ര ചെയ്തിട്ട് അവിടെയുള്ള സെറ്റിൽമെൻറ്റ് ഹൗസസിലെ യങ് യൂത്തായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ജോലിയായിരുന്നു അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് 2 എക്സാമ്പിൾസ്. ഇനി ബാക്കി നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്താലോ? ഓക്കെ, ഇതാണ് ബാക്കി ആൻസേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വായിച്ചു. ഇനി സെക്കൻഡ് വണ്ണിൽ പാസ്റ്റിലെ അവസ്ഥ എന്തായിരുന്നു? മിസ്റ്റർ ജോണിൻ്റെ പാസ്റ്റിൽ എന്തായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പൈസയ്ക്ക് വേണ്ടി? ഹീ സ്റ്റാർട്ടഡ് ബെറ്റിംഗ് ഓൺ ഹോഴ്സസ്. കുതിരപ്പന്തയം പോലെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ നോക്കി അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുക, അല്ലെങ്കിൽ ഒരു ലൂസ് സൊസൈറ്റിയുടെ ഭാഗമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്രസൻറ്റിൽ എന്താണ് അദ്ദേഹം? ഹീസ് എ സോളിസൈറ്റർ ബൈ പ്രൊഫഷൻ. ഒരു സോളിസൈറ്റർ ഓഫീസിൽ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. സോളിസൈറ്റർ എന്താണ്? ആസ് എ ലോയർ എന്ന് പറയുന്ന ആ ഒരു ഓഫീസിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ആൻഡ് പാസ്റ്റിലെ തേർഡ് സിറ്റുവേഷൻ എന്താണ്? ഹീ ലോസ്റ്റ് ഓൾ ഹിസ് സേവിങ്സ് ആൻഡ് പ്ലെഡ്ജ്ഡ് ഹിസ് ബിലോങ്ങിങ്സ്. അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് സേവിങ്സും ആ ഒരു ഹൗസ് ബെറ്റിലൂടെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് സേവിങ്സ് അദ്ദേഹം നഷ്ടപ്പെടുത്തി. പ്രസൻറ്റിൽ എന്താണ്? ഹീ വിസിറ്റ്സ് സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ന്യൂയോർക്കിൽ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സും അതേപോലെ തന്നെ ഒരുപാട് സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന തരത്തിലുള്ള ജോലികളാണ് അദ്ദേഹം പ്രസൻറ്റിൽ ചെയ്യുന്നത്. ആൻഡ് പാസ്റ്റിൽ എന്ത് സിറ്റുവേഷനാണ്? ഹീ ടുക്ക് മണി ഫ്രം ദ ഓഫീസ് സേഫ്. ഓഫീസിൽ വെച്ചിരിക്കുന്ന മണി കട്ടെടുക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പണ്ട് ചെയ്തിരുന്നല്ലേ. ഇപ്പോൾ എന്താണ്? ഹീ ഈസ് ആക്റ്റീവ് ഇൻ ദി യൂത്ത് വെൽഫെയർ. യൂത്ത് വെൽഫെയറിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവിങ്സ് കംപ്ലീറ്റ് അതിന് വേണ്ടിയിട്ട് മുടക്കുന്നു. ഇനി ഒരു കാര്യവും കൂടിയുണ്ട്. ടു കമ്മിറ്റ് സൂയിസൈഡ് ഹീ ഹാഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ് ഓൺ ഷട്ട് ഹിംസെൽഫ് ഇൻ ദി റൂം. റൂം എന്നാട്ടോ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, റൂം എന്നാണേ.
അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? അദ്ദേഹം പാസ്റ്റിൽ നടത്തിയൊരു അതിക്രമം, അല്ലെങ്കിൽ എന്താണ്, ഹി ഹാഡ് ടു ബ്രേക്ക് ഹിസ് ലൈഫ് ഇൻ എ 1 second ഫോർ എ സില്ലി മാറ്റേഴ്സ്. To commit suicide, he had turned on the gas and shut himself in the room. പ്രസൻറ്റിൽ എന്താണ് അദ്ദേഹം? ഹീ ഈസ് വർക്കിംഗ് ആസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വിച്ച് ട്രൈസ് ടു റീസെറ്റിൽ ഡെർലിക്റ്റ് ചിൽഡ്രൻ. ഇപ്പോൾ അദ്ദേഹം ഡെർലിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഡെലിക്വൻറ്റ് യൂത്തിന് നല്ല രീതിയിലുള്ളൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻസൊക്കെ നടത്തി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ജോബാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ ഈ ഒരു ആക്ടിവിറ്റീസ് എന്തായിരുന്നു എന്നൊക്കെ? എല്ലാവരും ഈ ആൻസേഴ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുക്കാൻ ആരും മറക്കരുത്. ഇതാണ് നമ്മുടെ പാസ്റ്റ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2ൽ എന്താണ്? ഡു യു തിങ്ക് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ദി സ്റ്റോറി? വൈ? കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഓർ മേക്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന് ഇത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹെഡിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താ? വാട്ട് ഡസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? എന്തുകൊണ്ടാണ് അതിനൊരു സ്പെഷ്യൽ റെഫറൻസ് തന്നെ ആ സ്റ്റോറിക്ക് കൊടുത്തിരിക്കുന്നത്? വാട്ട് ആർ ദ അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? Why does the narrator describe his investment the best? പല കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. അതായത് വാട്ട് ഡസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? എന്തുകൊണ്ടാണ് ഈ സ്റ്റോറിക്ക് ഒരു സ്പെഷ്യൽ റെഫറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്? വാട്ട് ആർ ദ അതർ മീനിങ്സ്? ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് പല മീനിങ്സ് ഉണ്ട്. നമുക്ക് സേവ് ചെയ്യാം, പൈസ സേവ് ചെയ്യുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അങ്ങനെ പല പല മീനിങ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കാണാം. വൈ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ബെസ്റ്റ്? എന്തുകൊണ്ടാണ് നറേറ്റർ പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നും കൂടി നമ്മൾ എഴുതണം. ഇത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് ഒരു ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതല്ലേ ചെയ്യണ്ടേ? നമുക്കിനി അതിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ABC എന്ന് പറയുന്ന ആ 3 ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസേഴ്സ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മെയിൻ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്താന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയിട്ട് അതൊരു പാരഗ്രാഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? ഇൻ ദ സ്റ്റോറി the word investment means the help the narrator gave the boy who was in trouble. ഒരു ട്രബിൾ ആയിരുന്ന ഒരു കുട്ടിക്ക് ഹെൽപ്പായി മാറുകയാണ് നമ്മുടെ ഓതർ. അതുകൊണ്ട് ആ ഒരു പേര് ഇല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ വലിയൊരു രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു വേർഡിനെ നല്ല രീതിയിൽ കാണാം. ഇനി സെക്കൻഡ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വേറെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് the process of putting money for getting profit, like buying shares or starting a business or a company. ഒരു കമ്പനി തുടങ്ങാനോ ഒരു ബിസിനസ് തുടങ്ങാനോ എന്തിനും നമ്മളൊരു മണി പ്രോഫിറ്റായിട്ട് ഇടൂലേ, അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ബെസ്റ്റ്? എന്തുകൊണ്ടാണ് നറേറ്റർ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ബെസ്റ്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? The narrator described his investment the best because it changed the life of a man. ഒരാളുടെ ലൈഫ് മാറി. അദ്ദേഹം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അദ്ദേഹം കൊടുത്ത ഒരു സർവീസ് അല്ലെങ്കിൽ ഓതർ കൊടുത്ത ഒരു ഹെൽപ്പ് എന്തായിരുന്നു? അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു ഹെൽപ്പാണ് നമ്മുടെ ഓതർ ഇവിടെ ചെയ്യുന്നത്. ആ 7 പൗണ്ടും 20 or 10 shillings ഓതർ ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേൾഡ്ലി ഗുഡ്സിന് വേണ്ടി ചിലവാക്കി പോയിട്ടുണ്ടെന്ന് നമ്മൾ ആ സ്റ്റോറി നോക്കിയപ്പോൾ മനസ്സിലായി. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാളുടെ ലൈഫ് അങ്ങനെ തന്നെ മാറ്റുകയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഇപ്പം തന്നെ അത് മാറിപ്പോവാണ് കാണുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഓഫ്
അത്രയും ഭയങ്കര ഒരു വാല്യൂബിൾ ആയിരുന്നു ആരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓതറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ കുട്ടിക്ക് അത്രയും പൈസ കൊടുത്തപ്പോൾ അവൻ്റെ ലൈഫ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്, അല്ലാതെ അതിനൊരു കുറവ് അവിടെ വന്നിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ എന്തായി, അവനിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു വാഗ്ദാനമായിട്ടില്ലെങ്കിൽ വേറൊരു കുറേ ആൾക്കാർക്കും കൂടി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു യൂത്തായി അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓതർ പറയുകയാണ് തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റുമാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമാണെന്ന് നമ്മുടെ ഓതർ ഇതുകൊണ്ട് ഓർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആൻസറിലേക്ക് പോവാം. നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കാൻ നോട്ടിൽ. എൻ്റെ ആൻസർ: I definitely think the title, The Best Investment I Ever Made, is the most appropriate for the story. In its normal meaning, investment means the process of putting money for getting profit. അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് മീനിങ് എന്താണ്? എന്തെങ്കിലും കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നൊരു, ഇല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത്. Like buying, sharing, or starting a business or company. In the story, the word investment meant the help the narrator gave the boy who was in trouble. The narrator had not given the money to the boy, who he would have been caught for stealing money, and he would be dismissed from service and sent to the jail. But the narrator saved him. And later we see that bad boy become a solicitor and the director of a charitable organization, doing the work of rehabilitating delinquent children. The author may not have gained any material benefit from his investment, but still it was the greatest investment he ever made. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ്? റീഡ് ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ സ്റ്റോറി. ഓക്കെ. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and brimless spectacles gave evidence of a serious and reserved disposition. ഇത് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മിസ്റ്റർ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഹൗ ഡസ് ക്രോണിൻ ഡിസ്ക്രൈബ് ദ ജനറൽ അപ്പിയറൻസ് ഓഫ് മിസ്റ്റർ ജോൺ? എങ്ങനെയാണ് ക്രോണിൻ മിസ്റ്റർ ജോണിൻ്റെ ആ ഒരു അപ്പിയറൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഇല്ല, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഓതർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വാട്ട് ആർ ദ വേർഡ്സ് വിച്ച് ദ ഓതർ യൂസസ് ടു ഡിസ്ക്രൈബ് ഹിസ് ഹെയർ, ഐസ് ആൻഡ് കോംപ്ലക്ഷൻ ഓഫ് മിസ്റ്റർ ജോൺ? നമുക്കറിയാം അല്ലേ, 40s ഒരാളാണെന്ന് പറഞ്ഞു, വെളുത്ത ഒരാളാണ്, ബ്ലൂ ഐസാണ്, അതേപോലെ തന്നെ കഷണ്ടി ഉണ്ട് അല്ലേ, കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു ഒരു നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കണ്ടാൽ തന്നെ അത് എങ്ങനത്തെ ഒരാളാണെന്ന്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു റിസർവ്ഡ് പേഴ്സൺ ആണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതെന്താണ് നമുക്കിതിൽ എഴുതാനുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം അടുത്ത പേജിൽ. Now read the details given about the person shown in the picture. ഓക്കെ, നമുക്കിതിൽ നോക്കാം. ഇതിൽ 2 പേഴ്സൺസിൻ്റെ 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടല്ലേ. അത് ആരൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് നോക്കാം. ആദ്യത്തെ ആളെ നോക്കിയേ. He was very old, shriveled man, whose villainous looking and repulsive face was obscured by a quantity of matted red hair. അയാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഷിവറിങ് വരും, ഇല്ലെങ്കിൽ ഒരു വില്ലൻ ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഒരു ഷ്രിവേർഡ് പേഴ്സൺ ആണ്. ആൻഡ് ഹൂസ് വില്ലേനീസ് ലുക്കിംഗ്. വില്ലേനീസ് ലുക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വില്ലന്മാരെ പോലെ നോക്കുന്ന തരത്തിലുള്ളൊരിതും. ആൻഡ് റിപ്പൾസീവ് ഫേസ് കണ്ടോ, ഇങ്ങനെ ഒരു കിറിങ്ങിയടിച്ച പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഫേസാണ്. ആൻഡ് ഒബ്സർവ്ഡ് ബൈ എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റഡ് റെഡ് ഹെയറിൻ്റെ കളറും എങ്ങനെയാണ്? ഒരു ലൈറ്റ് റെഡ് കളർ ഹെയർ പോലത്തെ ഒരു ഷെയ്ഡാണ് അദ്ദേഹത്തിൻ്റെ തലയിലും ഉള്ളത്. ഹെർ ഫേസ്, ഇനി അടുത്ത പെണ്ണിൻ്റെ ഇത് നോക്കാം. ഹെർ ഫേസ് ഈസ് ചിയർഫുൾ ആൻഡ് റേഡിയൻറ്റ്. നല്ല ഭംഗിയുള്ള മുഖമാണ്. ഷീ ഹാസ് എ ബ്രോഡ് ഫോർഹെഡ് വിച്ച് ഈസ് പാർഷ്യലി ഹിഡൻ ബൈ tresses of golden hair. Her blue eyes too keen and searching for clues to her next story.
Her long nose is another prominent feature of her face. Her smile is warm and pleasant. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഫേസ് എങ്ങനെയാണ്? ഭയങ്കര റേഡിയൻറ്റ് ആൻഡ് ചിയർഫുൾ ഫേസ് ആണ്. ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു ഫോർഹെഡ് ഉണ്ട്. അത് പാർഷ്യലി ഹിഡൻ ഡ്രസ്, ഈ ഗോൾഡൻ ഹെയർ വെച്ചിട്ട് അതിങ്ങനെ പാസ് ചെയ്തില്ലെങ്കിൽ ഹിഡൻ ചെയ്തിങ്ങനെ ഇരിക്കുന്ന പോലെ ആ ഹെയർ കട്ടിങ് അങ്ങനെയുള്ളതാണ്. ഹെർ ബ്ലൂ ഐസ് ലുക്ക് കീൻ ആൻഡ് സെർച്ചിങ് ഫോർ ക്ലൂസ് ടു ഹെർ നെക്സ്റ്റ് സ്റ്റോറി. ആരാണത്? അടുത്തൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് ആ പെണ്ണിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത്. ഹെർ ലോങ് നോയ്സ് ഈസ് അനദർ പ്രോമിനൻറ്റ്. ഒരു വലിയൊരു നോസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു നീണ്ട ഒരു മൂക്കും ഉണ്ട്. സ്മൈൽ എങ്ങനെയാണ്? വാം ആൻഡ് പ്ലസൻ്റ് ആണ്. ഡു യു നോ ദ നെയിംസ് ഓഫ് ദീസ് ടു പീപ്പിൾസ് പിക്ചേർഡ് ഹിയർ? നിങ്ങൾക്ക് അറിയോ ആരൊക്കെയാണെന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പേഴ്സണിനെ? ദ ഫസ്റ്റ് വൺ ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ, ഫാഗിൻ ഓഫ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു നോവലിലെ ഒരു ക്യാരക്ടറാണത്. ആര്? ഫാഗിൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പിക്ചർ ഈസ് ഓഫ് ജെ.ആർ. റൗളിംഗ്. ജെ.ആർ. റൗളിങ്ങിനെ എല്ലാവർക്കും അറിയില്ലേ? ഹാരി പോട്ടറിൻ്റെ ഓഥറാണ്. ഹൂ ബിക്കം ഫേമസ് ബൈ ഹർ ഹാരി പോട്ടർ സീരീസ് ഓഫ് നോവൽസ്. ഇതാണ് രണ്ടാൾക്കാരും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നൗ പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്രണ്ടോ ഇല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എഴുതുമോ? നമുക്കൊരു എക്സാമ്പിൾ കാണാം അല്ലേ? ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറ്റി എഴുതിയേക്കാം കേട്ടോ. അതൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സെലീന ഈസ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സെലീന. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഗേൾ ഓഫ് 15 ഇയേഴ്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഗേളാണ്. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് റൈറ്റ് ഫ്രം ദ LKG. ഞങ്ങൾ LKG മുതലേ നല്ല ഫ്രണ്ട്സാണ്. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദ സെയിം സ്കൂൾ ഓൾ ദീസ് ഇയേഴ്സ്. ഈ ഇയേഴ്സ് വരെ ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഷീ ഹാസ് ഫെയർ കോംപ്ലക്ഷൻ. ഹർ ഹെയർ ഈസ് ലോങ്. ഹർ ഐസ് ആർ വൈഡ് വിത്ത് എ ബ്ലൂയിഷ് ടിങ്ക് ആൻഡ് ദേ ആർ ഓൾവേസ് ബ്രൈറ്റ്. അവളുടെ കളർ എങ്ങനെയാണ്? വെളുത്തിട്ടാണ്. വലിയൊരു ലോങ് ഹെയർ ഉണ്ട്. അതേപോലെ തന്നെ അവളുടെ ഐസ് എന്ന് പറയുന്നത് ബ്ലൂയിഷ് ടിങ്ങാണ്. അതായത് ടിങ്ങാണ്, TINGE. ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിനെ തന്നെ പറയുന്ന വേറൊരു വേർഡാണ്. ആൻഡ് ദേ ആർ ഓൾവേസ് ബ്രൈറ്റ്. ആ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റ് ചെയ്ത് ഇങ്ങനെ തിളങ്ങിയിരിക്കും. ഷീ സ്മൈൽസ് നൈസ്ലി ആൻഡ് ജോക്കേർലി കോൾ ഹർ ഐശ്വര്യ റായ്. ഞങ്ങൾ അവനെ കളിയാക്കി, ജോക്കേർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കി വിളിക്കുന്നത് ഐശ്വര്യ റായ് എന്നാണ്. ബിക്കോസ് ഓഫ് ഹർ ബ്ലൂയിഷ് കളർ ഓഫ് ഹർ ഐ. അവൾ ഭയങ്കര ടോളാണ്. ഷീസ് ടോൾ ആൻഡ് സ്ലിം. അവളുടെ പാരൻസ് വളരെ റിച്ച് ആണെങ്കിലും ഹർ പാരൻസ് ആർ റിച്ച് ആൻഡ് ഷീ ഓഫൻ ഹെൽപ്പ് ഹർ സ്റ്റുഡൻസ് ബൈ ബൈയിങ് ദം ബുക്സ് ആൻഡ് റൈറ്റിംഗ് മെറ്റീരിയൽസ്. ഷീ ഡ്രസ്സസ് മോഡസ്റ്റ്ലി ആൻഡ് ഷീ വാക്സ് ആൻഡ് ടോക്സ് ഗ്രേസ്ഫുള്ളി. അവൾ എങ്ങനെയാണ്? വളരെ മോഡസ്റ്റായിട്ട് നല്ല വൃത്തിയുള്ള തരത്തിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അവൾ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഭയങ്കര ഗ്രേസ്ഫുള്ളി നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്ന തരത്തിലുള്ള അവളുടെ സ്വഭാവമാണ്. ഷീ ഈസ് വെരി ക്ലെവർ. അവൾ ഭയങ്കര ക്ലെവറാണ്, ബുദ്ധിമതിയാണ്. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് 5 സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ്സിലെ 5 ബെസ്റ്റ് സ്റ്റുഡൻസിൽ ഒരാൾ ഇവളാണ്. ദി സ്റ്റുഡൻസ് ലൈക്ക് ഹർ ബിക്കോസ് ഓഫ് ഹർ അമിയബിൾ ബിഹേവിയർ. ഐ ആം ലക്കി ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സെലീന. സെലീനനെ പോലെയുള്ളൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞാൻ വളരെ ലക്കിയസ്റ്റ് ആണെന്ന് ഓർക്കണം. ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു അപ്പിയറൻസ് പറയുക, അവരുടെ ക്യാരക്ടർ പറയുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, we were moving to our next activity, that is activity 4. എന്താണ് activity 4? ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് നിങ്ങൾക്ക്. ഓക്കെ. ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ലോസ് ആൻഡ് ഡെസ്പെയർ ജോൺ കെയിം ടു എ ലൈഫ് ഓഫ് സക്സസ്ഫുൾ ആൻഡ് ജോയ്. ഹി ഇൻ്റർവെൻറ്റഡ് wholeheartedly to bring about a change in the miserable life of many young men. അല്ലേ? ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് നല്ല യങ് മൈൻഡ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
വാട്ട് ഹെൽപ്ഡ് ഹിം ഡു സോ? എന്തുകൊണ്ടാണ് അവൻ അത്രയും ഹെൽപ്ഫുൾ ആയത്? യെസ്, ബിക്കോസ് ഓഫ് ഹിസ് യങ് ഏജ് എക്സ്പീരിയൻസ് ദാറ്റ് വാസ് വെരി ഹൊറിബിൾ ടു ഹിം, ബിക്കോസ് ഹി വാസ് കമ്മിറ്റഡ് ടു സൂയിസൈഡ് ഫോർ ആ സില്ലി റീസൺസ്. ആൻഡ് the three persons which was who was Sergeant Police, the author and the landlady, they were helped him to bring back the fresh start of his life. അത്രയുമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അല്ലേ? ഓക്കെ. ആൻഡ് വാട്ട് ലെസൺ ഡു വി ലേൺ ഫ്രം ദി ഇവൻറ്റ്ഫുൾ ലൈഫ് ഓഫ് ജോൺ? ഈ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഈ ഒരു ലൈഫിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് അതിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസ്കഷൻ പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സെൽഫായിട്ട് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഒരു ബെസ്റ്റ് ഹെൽപ്പ് മറ്റുള്ളവർക്കും കൂടി ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. സോ അതിനൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നേക്കാണ്. എന്തിനു വേണ്ടി? സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ടോപ്പിക്ക് അവിടെ തന്നിട്ടുണ്ട്. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നാണ് നമ്മൾ തയ്യാറാക്കേണ്ട സ്പീച്ചിൻ്റെ ഹെഡിങ് കൊടുക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു ടോപ്പിക്ക്. അത് വെച്ച് നിങ്ങളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമാറ്റ്, വാട്ട് ഈസ് ദ ഫോമാറ്റ് ഓഫ് എ സ്പീച്ച്, അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നമ്മളൊരു സ്പീച്ച് എഴുതി പോകുന്നതിലും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. എല്ലാത്തിലും നമ്മളിങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, സ്പീച്ച് ആണെങ്കിലും ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും നമുക്കറിയാം ഓരോ ഫോമാറ്റ് ഉണ്ട് അത് എഴുതണ്ടേ. അത് ആദ്യം പഠിച്ചിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. സോ നമുക്ക് അതിൻ്റെ ഫോമാറ്റ് ആദ്യം നോക്കാം. ഓക്കെ. സ്പീച്ചിൻ്റെ ഫോമാറ്റ് എന്താണ്? ആദ്യം ഒരു ഹെഡിങ് വേണം, പിന്നെ ഓപ്പണിംഗ് ലൈൻ വേണം, ബോഡി വേണം. ബോഡിയിൽ എന്തൊക്കെ വേണം? ഇൻട്രൊഡക്ഷൻ വേണം, സെക്കൻഡ് ആൻഡ് തേർഡ് പാരാഗ്രാഫ് വേണം, കൺക്ലൂഷൻ വേണം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹെഡിങ് എന്താണ്? നമുക്കറിയാം, ഇവിടെ ഓൾറെഡി നമുക്കൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഹെഡിങ് മസ്റ്റ് ബി സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ആൻഡ് ദ റൈറ്റർ ഷുഡ് ട്രൈ ടു മേക്ക് ദ ഹെഡിങ് ആസ് കാഷി ആസ് പോസിബിൾ. ട്രൈ ടു കീപ് ദ ഹെഡിങ് വിത്ത് 5 or 6 words. 5 or 6 words വെച്ചിട്ട് നമ്മുടെ ഹെഡിങ് ഒതുക്കുക. ഹെഡിങ് ആദ്യം എഴുതണം. Then we will move to opening line. What is an opening line? സ്പീച്ചിൽ എന്താണ് ഓപ്പണിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ, റെസ്പെക്റ്റഡ് ടീച്ചർ, റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന ആ ഒരു ലൈനെയാണ് ഓപ്പണിംഗ് ലൈൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിനെ സാല്യൂട്ടേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് റെസ്പെക്റ്റഡ് എന്ന് പറയുന്നതാണ് സാല്യൂട്ടേഷൻ. ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ആ ടോപ്പിക്കിൻ്റെ പേര് തന്നെ എഴുതാം. ടുഡേ ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ സബ്ജക്റ്റ് പറയുക. വൺ ക്യാൻ ഓൾസോ സ്റ്റാർട്ട് ഓപ്പണിംഗ് ലൈൻ വിത്ത് എ കോട്ട്. വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു കോട്ട് വെച്ചിട്ട്, മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുടെ കോട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി ബോഡി നോക്കാം. ബോഡി ഓഫ് ദി സ്പീച്ച്. അതിൽ ആദ്യം വേണ്ടത് എന്താണ്? ഓഫ് കോഴ്സ് ആൻ ഇൻട്രൊഡക്ഷൻ. ദ ബോഡി ഈസ് ദ മെയിൻ കോണ്ടൻറ്റ് ഓഫ് ദി സ്പീച്ച്. നമ്മുടെ മെയിൻ കോണ്ടൻറ്റ് എന്താണ്? സ്പീച്ചിൻ്റെ അതിൻ്റെ ബോഡിയാണ്. It is important to organize the points, write it properly. The first paragraph should be the introduction to the topic. എന്തായിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫിൽ വേണ്ടത്? ഒരു ഇൻട്രൊഡക്ഷൻ, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം എഴുതുക. ഇറ്റ് ഷുഡ് ഗീവ് എ ക്ലിയർ ഐഡിയ വാട്ട് ഹോൾ സ്പീച്ച് ഈസ് ഗോയിങ് ടു ബി എബൌട്ട്. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, ആ സ്പീച്ചിനെ പറ്റി പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുക്കുക. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്ത ആ പോയിൻറ്റ്സിനെ വിശദീകരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് ഷുഡ് ബി ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ടോപ്പിക്. ടോപ്പിക്കിനെ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറയുക. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ കറണ്ട് സിറ്റുവേഷൻ, advantages and disadvantages if any. One should not exceed the word limit. Mention all the important points. Always remember to start with a strong point. എപ്പോഴും നമ്മൾ ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ നല്ല ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് ഒരു കോട്ട്സ് വെച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒപ്പീനിയൻ. ബെസ്റ്റ് സാധനം അതാണ്. എന്നിട്ട് ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി
കൺക്ലൂഷൻ പാർട്ട് എന്തായിരിക്കണം? ദാറ്റ് മീൻസ് എ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി സ്പീച്ച്. ദാറ്റ് മസ്റ്റ് ബി ഹിയർ ട്രൈ ടു മെൻഷൻ ദ സ്റ്റെപ്സ് ടേക്കൻ ടു ഇംപ്രവൈസ് ദ ഗിവൻ സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞിരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തിരുന്ന അതിനൊക്കെ ഒരു സോൾവിങ് പോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കാനായിട്ട്. ഒരു ഐഡിയ കിട്ടിയില്ലേ? ഫോമാറ്റ് ഓഫ് ദി സ്പീച്ച് മനസ്സിലായോ? ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. എന്തായിരുന്നു? സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ആദ്യം എഴുതിയിരിക്കണം കേട്ടോ. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇത് മെൻഷൻ ചെയ്തിരിക്കണം. ടോപ്പിക് എന്നൊന്നും എഴുതണ്ട, ജസ്റ്റ് ആ ഒരു ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മുടെ ഓപ്പണിംഗ് ലൈൻ എഴുതുക. മൈ ഡിയർ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് ഓൺ ദി ടോപ്പിക് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. അതാണ് നമ്മുടെ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത്. വി ഓൾ ഹേർഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് ജോൺ, അല്ലേ? ജോണിൻ്റെ സ്റ്റോറി നമ്മൾ കേട്ടു. ജോൺസ് പാരൻസ് വർ ഡെഡ്. ജോണിൻ്റെ പാരൻറ്റ് ഡെഡായി നമ്മൾ കേട്ടു. ഹിസ് അങ്കിൾ ഹെൽപ്ഡ് ഹിം ടു ഗെറ്റ് ദ ജോബ് ഓഫ് എ ക്ലർക്ക് in a London lawyer's office. He had no friends and he fell into bad company. ഇതൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. He started enjoying pleasure beyond his means. He started betting on horses. Soon he lost all his savings. In an effort to get money, he stole some money from his office, saved to make a final bet. But again he lost. അല്ലേ? നമുക്ക് അതറിയാം. അത് തന്നെ ഇവിടെ എഴുതി വെച്ചേക്കാണ്. അല്ലെങ്കിൽ അതിനൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹി നൗ വാണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഹി വെൻറ്റ് ടു ദ റൂം ആൻഡ് ടേൺഡ് ഓൺ ദ ഗ്യാസ്. എ ഡോക്ടർ വാസ് കോൾഡ് ഇൻ ടു അറ്റൻഡ് ടു ഹിം ആസ് ഹി വാസ് ഫൗണ്ട് അൺകോൺഷ്യസ്. ദർ വാസ് ഓൾസോ policemen as well as the landlady of John. The doctor soon revived him. John told them his story. The doctor, the policeman, and the landlady felt pity for him and they agreed to help him. The doctor gave him the money to replace what he took from the office safe. The policeman would not report against John. The landlady would give him a month's free board. John changed completely. He worked hard and he became a successful in life. അപ്പോൾ ലാസ്റ്റത്തെ കൺക്ലൂഡിങ് പാരഗ്രാഫ്, വി വർ ഫോക്കസ്ഡ് ഓൺ കൺക്ലൂഡിങ് പാരഗ്രാഫ്. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് we add such story of John completely in that second and third paragraph, which is concluding that paragraph with the beautiful lines that mean to be John's life-changing moment. John changed completely. He worked hard and he became a successful life. Now he and his wife are helping children with problems to settle in life. John learned to help himself and others. Self-help is the best if you are determined to succeed. No one can stop you where there is a will. അല്ല, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തേക്കുന്നതുണ്ടോ? ഒരു സിമ്പിൾ ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു കോട്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്പീച്ച് ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് ടു ബി സക്സസ്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്ന് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്താൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു, ഒരാൾക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശം അന്നേരം തൊട്ടില്ല. വേർ ദർ ഈസ് എ വിൽ, അതിനെന്തുണ്ടാവും? ഒരു വില്ലുണ്ടാവും, നല്ലൊരു എൻഡിങ് ഉണ്ടാവും. ആൻഡ് ദർ ഈസ് എ വേ, അതിന് നല്ലൊരു പാതയും നമുക്ക് തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വീക്ക് കൺക്ലൂഡിങ് വിത്ത് എ താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, ഇതാണ് ഒരു സ്പീച്ചിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിത് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതി നോക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ജസ്റ്റ് ഡു ടു യുവർ സെൽഫ് എ വർക്ക്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ആക്ടിവിറ്റീസ് 4 വരെ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? എല്ലാ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 4 ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കിപ്പോയത്. 4 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായോ? Okay students, so we were concluding our class. So thank you all. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ, യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. ഓക്കെ, നമ്മൾ ഇൻഫോം ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സൊക്കെ പോയിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും മിസ് എന്തിനാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വേർഡ്സും മീനിങ്സും എല്ലാം പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷാണ് നമുക്ക് കുറച്ച് ഫെമിലിയർ അല്ലാത്തൊരു ലാംഗ്വേജാണ്. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ആ ഓരോ സെൻറ്റൻസും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് അങ്ങനെയാണ്, വായിച്ചുകൊണ്ടേ ഇരിക്കുക, വൊക്കാബുലറീസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു നല്ല ജോലി വേണമെങ്കിൽ വി ഹാവ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ദ മസ്റ്റ് തിങ്. സോ എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കുക. ഇത് വെറും ഒരു സ്റ്റോറിയാണ്, മാർക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. പക്ഷേ എന്താണ് നമ്മുടെ ഉദ്ദേശം? വി ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ആൻഡ് റൈറ്റ്. അത് മെയിൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.